വാട്ടർ ടാങ്കിനുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡാണ് അടിക്കാൻ പോകുന്നത് വാട്ടർ ടാങ്കിൻ്റെ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3.1 പൈപ്പാണ്. അപ്പോൾ ഇത് 16 ഗേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുറത്തൊക്കെ വയ്ക്കുന്നുണ്ട്, നല്ല വെയിറ്റിംഗ് കയറേണ്ടത് അത് കാരണം. പിന്നെ അതുപോലെ തന്നെ അപ്പോളയുടെ നല്ല എ ക്ലാസ് പൈപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ടാങ്ക്. ഈ ടാങ്ക് വയ്ക്കാനുള്ളൊരു സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഈ ഒരു ഏരിയയിൽ കേട്ടോ. അപ്പോൾ അത് തന്നെ അതിൻ്റെ കാലും അതിൻ്റെ ഫ്രെയിമും കൂടെ നമുക്ക് കുറച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാം അവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രെയിം അടിക്കാം. കട്ടിങ്ങൊക്കെ കറക്റ്റാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 5 അടിയാണ്. അതുപോലെ തന്നെ 5 സ്ക്വയറാണ് വീതി. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിമും കാര്യങ്ങളൊക്കെ 3.1. പിന്നെ സൈഡിൽ ഹാൻഡ് റെയിലായിട്ട് നമ്മൾ 1 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്, അതിവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇടപ്പീസൊക്കെ കട്ട് ചെയ്തിട്ടേക്കണൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് ടാക്കടിക്കാം. അപ്പോൾ ഇത് ഇടപ്പീസെല്ലാം തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫുൾ വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് കാലൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാല് ഇതേ മുറിച്ചത് അവിടെ ഒരു കാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാലെന്ന് പറഞ്ഞാൽ 2 സൈഡിട്ട് ചെരുവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേപ്പർ പീസ് കട്ട് ചെയ്യാൻ ഇച്ചിരി താമസം വരുന്നുണ്ട്. ഫ്രെയിമിൻ്റെ വെൽഡിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ വെൽഡിങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഗ്രൈൻഡ് വീലിട്ടുണ്ടോന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ടതിന് ശേഷം വേണം ഇതിൻ്റെ കാല് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ കാലൊക്കെ ഇത് ഇവിടെ കണ്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. കാലിൻ്റെ 2 സൈഡിലും ചെരുവാണ് കൊടുത്തിട്ടുള്ളതെന്ന്. അതായത് ഫ്രെയിമിനേക്കാളും ഒരു 1 അടി ചെരുവിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഇച്ചിരി വൈഡായിട്ട് തന്നെ കാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ പീസ് അടിക്കാനുണ്ട്. ഏകദേശം ഒരു 6 ഇഞ്ചോളം ചെരുവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്. അല്ലെങ്കിൽ 2 കരിഞ്ഞിരിക്കും. ഇവിടെ വയറ് കിടക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 കരിഞ്ഞാനൊക്കെ. കേട്ടോ തൊട്ടടുത്ത വയറ് മെയിൻ വയറാ. അപ്പോൾ സംഭവമൊക്കെ പൊക്കിയുണ്ട്. ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു, ഇച്ചിരി പാട് കിട്ടും, നല്ല സാരമില്ല. അപ്പോൾ ഇതാണ് ഒരു നെയ്ക്കഡ് വേർഷൻ എന്ന് പറഞ്ഞ പോലെ. അതിൻ്റെ ടോപ്പിലേക്ക് ഇനി പീസ് നമുക്ക് അടിക്കാനുണ്ടല്ലോ. അതിൻ്റെയാണത് ഇവിടെ നമ്മൾ അതിൻ്റെ ടോപ്പിൽ തന്നെ വെച്ചിട്ട് നമ്മളൊരു ഫ്രെയിം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാലൊക്കെയാണത് അങ്ങേ സൈഡിലിട്ടേക്കണേ. അപ്പോൾ കാലും ബിൽഡ് ചെയ്യണം. ടോപ്പിലേക്ക് കയറി പോകാനായിട്ട് നമ്മളത് ഒരു 4 അടിയുടെ ഒരു കോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലത്ത് മുട്ടാത്ത രീതിയിൽ ഇച്ചിരി ഹൈറ്റായിട്ടാണ് നിൽക്കുന്നത്. ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്കിൻ്റെ ടോപ്പിൽ നമുക്ക് ഹാൻഡ് റെയിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പീസൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഫ്രെയിമിൽ തന്നെ ഇട്ട് ഉണ്ടാക്കിയിട്ടേക്കണതാണ് നമ്മളതിൻ്റെ ഒരു ടോപ്പ് റെയിൽ. അങ്ങനെ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ ടോപ്പിലുള്ള ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കയറാനുള്ള രീതിയിലും ആണോ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതി, ടാങ്ക് അവർ പൊക്കിയെടുത്ത് വെച്ചോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നമ്മൾ ഓപ്പണിങ് ഇടാറാണ് പതിവ്. അടിയിൽ വയ്ക്കാനായിട്ട് സ്ക്വയർ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പെയിൻറ്റിങ് സെക്ഷനിലേക്ക് മാറിയിക്കൊണ്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള
പെയിൻറ്റ് ഇതാണ് പെക്സാകാർഡ്. പിന്നെ അതുപോലെ തന്നെ തിന്നർ ചെയ്തിട്ടുണ്ട്, D30Xൻ്റെ തിന്നർ, അൻസി തിന്നർ കേട്ടോ. ഇപ്പോൾ സിംഗിൾ പാക്കാണ്. അപ്പോൾ ആദ്യം തന്നെ അടി അടിച്ചിട്ട് ടോപ്പ് വശം പിന്നെയാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓവറോൾ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ വെൽഡിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബാക്കി ഇതിൻ്റെ പുറത്തുനിന്നുള്ളൊരു വിഷ്വൽസ് നോക്കാം. ആണ് നമ്മുടെ വാട്ടർ ടാങ്ക് സ്റ്റാൻഡിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കയറി പോകാനായിട്ടൊരു 4 അടി ഒരു കോണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കോണിയുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 അടി ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിൽ 5 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഹൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 5 അടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 4 നമ്മൾ ഏകദേശം ഒരു 1/2 അടി വീതം പുറത്തായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടിയിലൊരു വലിവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ 90 സെൻറ്റിമീറ്ററിന് ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ കയറി വരുമ്പോൾ പിടിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു കൈപ്പിടിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. 3:1 ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മുടെ വാട്ടർ ടാങ്ക് 1000 ലിറ്ററിൻ്റെ സ്റ്റാൻഡിൻ്റെ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞാനും ആശാൻ സഹിച്ചേട്ടങ്ങളും കൂടി. അപ്പോൾ ഓക്കെ, ബായ്.